നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ പോർച്ചുഗൽ ഉള്ളത് ഗ്രൂപ്പ് കെയിലാണ്. എതിരാളികൾ കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ ടീമുകളാണ്. പിന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരു ടീമുണ്ടാകും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂ കാലിഡോണിയ വേഴ്സസ് ജമൈക്ക മത്സരം നടക്കും. അതിൽ ജയിക്കുന്നവർ DR കോങ്കോയുമായിട്ട് കളിക്കും. അതിൽ ജയിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിലേക്ക് എത്തുക. സോ കോങ്കോ വരാൻ നല്ല സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജമൈക്ക വരാം, അതുമല്ലെങ്കിൽ ന്യൂ കാലിഡോണിയ വരാം. കൂടുതൽ സാധ്യത കോങ്കോ കാണുന്നതാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് തീർച്ചയായിട്ടും പോർച്ചുഗലിന് കൊളംബിയക്കെതിരെ ശക്തമായൊരു പോരാട്ടം നടത്തേണ്ടി വരും. പക്ഷേ ഉസ്ബക്കും അതുപോലെ പിന്നെ പ്ലേ ഓഫ് ജയിച്ചു വരുന്ന ടീമും എത്രത്തോളം അവർക്ക് വെല്ലുവിളിയാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് എന്തായാലും ഈ ഗ്രൂപ്പിനെ കുറിച്ച് വിലയിരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രോ കഴിഞ്ഞ ശേഷമുള്ള വിലയിരുത്തൽ നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, ഒരുപാട് സയൻസ് ഉണ്ട്. അതായത് കൊളംബിയക്കെതിരെ കളിക്കാൻ പോകുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ, അതോടൊപ്പം തന്നെ പ്രൗഡുമാണ്. വളരെ സ്പെഷ്യലാണ്. പോർച്ചുഗൽ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം കൊളംബിയൻസിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫാബിയോ കന്നവരോയുടെ ഉസ്ബെക്കിസ്ഥാനോട്, അതായത് ഉസ്ബെക്കിൻ്റെ കോച്ച് ഇപ്പോൾ മുൻ ഇറ്റാലിയൻ താരം ഫാബിയോ കന്നവരോയാണ്. അതാ പറയുന്നത്. ഫാബിയോ കന്നവരോയുടെ ഉസ്ബെക്കിസ്ഥാനോട് എനിക്ക് വലിയ റെസ്പെക്റ്റാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ പ്ലേ ഓഫ് കടന്നു വരുന്ന ടീമുകളോട് കളിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവർ എക്സ്ട്രാ സെൻസ് ഓഫ് വാല്യൂവിലാണ് അവർ കളിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, പ്രൗഡാണ്. അതേസമയം ഒരു ഗ്രേറ്റ് വേൾഡ് കപ്പ് പോർച്ചുഗലിനൊപ്പം കളിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു എന്ന് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു. ചുരുക്കത്തിൽ അദ്ദേഹം എതിരാളികളോ ഒന്നും വില കുറിച്ച് കാണുന്നില്ല. പക്ഷെ അതേസമയം വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ അഭിമാനത്തിലാണ് പോർച്ചുഗലിന് ഈ വേൾഡ് കപ്പിൽ മുന്നേറാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.